മോളച്ചു എന്താ അമ്മേ? മോള് ഇവിടെ ഇരിക്കണ. അമ്മതേ മാളൂനെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി. അപ്പതേ മോക്ക് ഒരു ഗ്ലാസ് എടുത്തുന്ന കുടിച്ചോ. അയ്യോ അമ്മേ, പൈനാപ്പിൾ ജ്യൂസ് അല്ലേ? വേണ്ട അമ്മേ. അതെന്താണ്? ഇത് നല്ലതാണ്, കുടിച്ചേ. അവൻ പറഞ്ഞല്ല മോൾക്ക് പീരീഡ്സ് ആവാതെ 2 ദിവസം കഴിഞ്ഞെന്ന്. ഇത് കുടിച്ചോ, പെട്ടെന്ന് പീരീഡ്സ് ആവും. അതല്ലമ്മേ, ഞാൻ വേണ്ടല്ല. ഇനി എങ്ങനെ പ്രഗ്നന്റ് ആണെങ്കില? പിന്നെ പ്രഗ്നന്റ് എന്റെ മോക്കൊന്നാമത് തൈറോയിഡ് ഉണ്ടാ. തൈറോയിഡിന്റെ ഗുളിക കഴിക്കണില്ലേ? തൈറോയിഡൊക്കെ ഉള്ളത് പെട്ടെന്നൊന്നും പ്രഗ്നന്റ് ആവുകയൊന്നുമില്ല. ഇപ്പൊ മോള് നോക്കിയേ, എന്റെ മോക്ക് പല അസുഖം ഉണ്ടാ, ഒന്നുമില്ല. എന്നിട്ടിപ്പൊ കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം എത്ര ഡോക്ടർമാരെ കണ്ടെന്നാ, എന്നിട്ടോലും അവക്കൊരു വിശേഷവുമായിട്ടില്ല. ഇത് വേറെന്തോണ്. മോളി പൈനാപ്പിൾ ജ്യൂസ് കുടിക്കും, അപ്പൊ പെട്ടെന്ന് ആവട്ടെ. എന്നാലും വേണ്ടമ്മേ. പിന്നെ മോളിത് കുടിച്ചേ. അമ്മേ ഇപ്പൊ വരാ, അപ്പുറത്തെ കപ്പയുണ്ട്, അത് 2 കപ്പയും കൂടി എടുക്കലും വരാം. അതും കൂടി കഴിച്ചാൽ മോള് പെട്ടെന്നാകും. അമ്മ വന്നേക്കാൾ മുമ്പേ ഇത് വേഗം കുടിക്കട്ടാ. ദൈവമേ, ഇത് ഞാൻ കുടിക്കണോ? കുടിച്ചില്ലെങ്കില് നമുക്ക് വിഷമായെങ്കിലാ. എനിക്ക് കുടിച്ച ഞാൻ പ്രഗ്നന്റ് ആണെങ്കിലോ അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും ഇഷ്ടപ്പെടായിരിക്കില്ലേ? എന്തായാലും കാര്യം ചെയ്യാം, കുടിക്കണ്ട, കളഞ്ഞേക്കാം. എന്നിട്ട് അമ്മയോട് പറയാ കുടിച്ചെന്ന്. അത് മതി. ഇപ്പാണ് ആ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ടാവും. കപ്പയും കൂടി വയറ്റിട്ട് ചെല്ലുമ്പോ എങ്ങാനും കുഞ്ഞുണ്ടെങ്കിലേ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമായിക്കോളും. അങ്ങനെ എന്റെ മോള് പ്രഗ്നന്റ് ആവാതാ നമ്മളങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കണ്ട. കളി 2 മതി. ജ്യൂസ് അങ്ങനെ കുടിച്ചാണോ? മോള് ജ്യൂസ് കുടിച്ചാ? കുടിച്ച്. നല്ല വെച്ച് ദേ ചെനച്ചാ പണിയിട്ടിട്ടുണ്ട്. അമ്മ ദേ ചെത്തിക്കൊണ്ട് വരാട്ടാ, വേഗം കഴിച്ചോ. പിന്നെ അമ്മ ചെത്തിക്കൊണ്ട് വരട്ടെ, ഞാൻ കഴിക്കൊന്നുമില്ല. ജ്യൂസ് കളഞ്ഞാലും ഇതും കളയും. ചേട്ടനോട് ഞാൻ പറഞ്ഞതാണ് ആ പ്രഗ്നൻസിയുടെ കാർഡ് മേടിക്കാനാണെങ്കിൽ. അതാണ് ഇത്ര ടെൻഷൻ ഉണ്ടായില്ല. പറഞ്ഞ ഒരാഴ്ച കഴിയട്ടെ എന്ന്.